പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് പ്രകടനം നടത്തിയ ആളുടെ ഫോട്ടോ പ്രദർശനം തടഞ്ഞുവെന്ന ആരോപണം. ദാമു സർഗം എന്ന ഫോട്ടോഗ്രാഫറുടെ ഫോട്ടോ പ്രദർശനമാണ് തടഞ്ഞത്. ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നത്. ഇന്നലെ രാത്രി മേഖലാ കമ്മിറ്റിയിലുള്ളവർ വിളിച്ച് ഫോട്ടോ പ്രദർശനം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞതായി ദാമു സർഗം പറഞ്ഞു. അതേസമയം നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യും. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ആദ്യം കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച പ്രകടനത്തിൽ പങ്കെടുത്ത ദാമു സർഗത്തിന്റെ ഫോട്ടോ പ്രദർശനം അത് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച പരിപാടി ഡിവൈഎഫ്ഐ വേണ്ട എന്ന് വെച്ചു എന്നറിയിച്ചു എന്നാണോ ദാമു സർഗം പറയുന്നത്? സ്മൃതി, അങ്ങനെയാണ് ഇപ്പോൾ ദാമു സർഗം പറയുന്നത്. നമുക്കറിയാം, ഈ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയതിന് പിന്നാലെ അദ്ദേഹത്തിനെ അനുകൂലിച്ച് വലിയൊരു പ്രകടനം അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ തന്നെ നടന്നിരുന്നു. അതിൽ മുൻനിരയിൽ നിന്നയാളാണ് ഈ ദാമു സർഗം. ഇദ്ദേഹമാണ് മുദ്രാവാക്യം ഉൾപ്പെടെ വിളിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നത്. ഇദ്ദേഹത്തിൻ്റെതാണ് ഒരു ഫോട്ടോ പ്രദർശനം കുടക്കത്ത് കൊട്ടണച്ചേരി മഹാക്ഷേത്രത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നത്. ഈ ഫോട്ടോ പ്രദർശനത്തിന് നേതൃത്വം നൽകിയിരുന്നത് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയാണ്. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി ഈ ദാമു സർഗത്തെ വിളിച്ച് ഈ മേഖലാ കമ്മിറ്റിയിലുള്ളവർ ഈ ഫോട്ടോ പ്രദർശനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മുകളിൽ നിന്ന് തങ്ങൾക്ക് അങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാണ് ഇപ്പോൾ ദാമു സർഗം പറയുന്നത്. അതിന് പിന്നാലെ ഈ ഫോട്ടോ പ്രദർശനം അവസാനിപ്പിക്കുകയും ചെയ്തു. ആരാണ് ഇത്തരത്തിൽ ഇങ്ങനെയൊരു നിർദ്ദേശം മേഖലാ കമ്മിറ്റിക്ക് നൽകിയത് എന്നതിനെക്കുറിച്ച് തനിക്കറിവില്ല എന്നും ദാമു സർഗം പറയുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഡിവൈഎഫ്ഐ നേതാക്കളുടെ പ്രതികരണത്തിന് അവരുടെ വിശദീകരണം എന്താണ് എന്നുള്ളത് തേടാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. പക്ഷേ നിലവിൽ ആരും ഒരു മറുപടി പറയാൻ ഇതുവരെ തയ്യാറാവുകയും ചെയ്തിട്ടില്ല സ്മൃതി. ഏതായാലും അത് പാർട്ടിയിലെ ചിലർ തന്നെ ഇടപെട്ട് അത്തരത്തിലൊരു ഫോട്ടോ പ്രദർശനം നിർത്തിവെക്കലിന് ശ്രമം നടത്തി എന്നുള്ളത് തന്നെയാണ് ദാമു സർഗം. ശരി, സ്വാഭാവികമായിട്ടും അത് സംഭവിക്കുന്നതാണല്ലോ. പക്ഷേ ഇന്നിപ്പോൾ കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനം നടക്കാനിരിക്കുന്നു. ആ പുസ്തക പ്രകാശനത്തിന് പോലീസ് സുരക്ഷ വേണമെന്ന് ഹൈക്കോടതി തന്നെ ഉത്തരവിടുകയും ചെയ്താണ്. അപ്പോൾ എത്ര മണിക്കാണ് ഈ പുസ്തക പ്രകാശനം? അതിനുള്ള ചടങ്ങുകളൊക്കെ എവിടെ വെച്ചാണ് നടക്കുക? സ്മൃതി, പയ്യന്നൂർ ടൗണിൽ വെച്ച് തന്നെയാണ് ഈ പുസ്തക പ്രകാശനം എന്നുള്ളതാണ് പ്രത്യേകത. ഗാന്ധി പാർക്കിൽ വെച്ച് ജോസഫ് സി മാത്യു പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് പ്രകാശനം നിർവഹിക്കുകയും ചെയ്യും. നമുക്കറിയാവുന്നതുപോലെ വലിയ സുരക്ഷ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പയ്യന്നൂർ ടൗണിൽ ഉണ്ടാകും. അതിനൊരു കാരണമായി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് ഈ പുറത്താക്കലിന് പിന്നാലെ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതിന് പിന്നാലെ കോൺഗ്രസും BJPയും ഒക്കെ ഒരു പ്രകടനം നടത്തിയിരുന്നു. ഈ പ്രകടനത്തിന് നേരെ CPMന്റെ ആക്രമണം ഉണ്ടായി. ഇതിന്റെ ഒരു സാധ്യത വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ആക്രമണമൊക്കെ ഉണ്ടാകുമോ എന്നുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടാണ് താൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഒരു സുരക്ഷ അദ്ദേഹത്തിന് ഏർപ്പെടുത്താൻ ഹൈക്കോടതിയുടെ നിർദ്ദേശവും വന്നിട്ടുള്ളത്. പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്കൊന്നും CPM കടക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇനി അങ്ങനെ ഒരു പ്രകോപനം വേണ്ട, പ്രകടനം എന്ന നിലയിൽ കുഞ്ഞികൃഷ്ണനെതിരെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കണ്ട എന്നുള്ളതാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഇനി അങ്ങനെ ഒരു പ്രകടനത്തിലേക്ക്, പ്രതിഷേധത്തിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ അത് പാർട്ടിയെ തന്നെയാണ് പ്രതിരോധത്തിലാക്കുക. കഴിഞ്ഞ ദിവസവും വി കുഞ്ഞികൃഷ്ണന് നേരെ അതിരൂക്ഷമായ വിമർശനമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ നടത്തിയിരുന്നത്. ആദ്യം പയ്യന്നൂരിലാണ് കണ്ണൂരിലെ CPMന്റെ LDFന്റെ ജാഥ ആരംഭിച്ചിരുന്നത്. അവിടെ വർഗവഞ്ചകനാണ്, ഒറ്റുകാരനാണ് കുഞ്ഞികൃഷ്ണൻ എന്നൊക്കെയുള്ളതായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. ഇന്നലെ വാർത്താ സമ്മേളനത്തിലും MV ഗോവിന്ദൻ അത് ആവർത്തിച്ചു. താൻ ഇത്തരം എന്തെങ്കിലും കാര്യങ്ങൾ, ഏതെങ്കിലും നേതാക്കളുടെ പേരൊക്കെ ഈ പുസ്തകത്തിൽ ഉണ്ട് എങ്കിൽ കൃത്യമായി തന്നെ കേസ് കൊടുക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് MV ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ള കാര്യം. ഒപ്പം നമ്മളുമായി സംസാരിക്കുമ്പോൾ കുഞ്ഞികൃഷ്ണൻ ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു തുറന്ന സംവാദത്തിന് താൻ തയ്യാറാണ്. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളുണ്ട്, വിശദമായ വിവരങ്ങളുണ്ട്. അതിൽ ഒരു തുറന്ന സംവാദത്തിന് CPM തയ്യാറുണ്ടോ, CPM നേതൃത്വം തയ്യാറുണ്ടോ എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ചോദ്യം. അത് ഏത് രീതിയിൽ CPM നേതൃത്വം ഏറ്റെടുക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യം. ഏതായാലും ഇന്നിപ്പോൾ പുസ്തകം പുറത്തേക്ക് വരികയാണ്, അണികൾക്കിടയിലേക്ക് പുസ്തകം എത്തുകയാണ്. അതിന്റെ ഉള്ളടക്കത്തെ ഏത് രീതിയിലാണ് CPM അണികൾ ഏറ്റെടുക്കുക എന്നുള്ളതും കൂടി ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.